മുത്തഖീങ്ങളുടെ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിലൊന്നാമത് പറഞ്ഞത് അയ്യകൂന സാഹിദൻ ഫിദ്ദുനിയ വറാഗിബൻ ഫിൽ ആഖിറ, ദുനിയാവിൽ സാഹിദായി സുഹൃതോടുകൂടെ ജീവിച്ച് ആഖിറത്തെ വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് ആഖിറത്തേക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കാനാണ് പറഞ്ഞു. 2 അൻ തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദത്തി വതിലാവത്തിൽ ഖുർആൻ, മുത്തഖീങ്ങൾക്ക് നല്ല മനുഷ്യർക്ക് എപ്പോഴും ഇബാദത്തിനോടും ഖുർആനോത്തിനോടും വല്ലാത്ത താല്പര്യമായിരിക്കുമെന്ന് പറഞ്ഞു. 3-മത് പറഞ്ഞു അയ്യകൂന ഖലീലൽ ഖൗലി ഫീമാ ലാ യഹ്താജു ഇലൈഹി, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അല്ലാത്തടത്തൊക്കെ മിണ്ടാതിരിക്കുക എന്നും നമ്മൾ പറഞ്ഞു. ഇനി 4-മത് പറയുന്നത് അയ്യകൂന മുഹാഫിളൻ അലാ സ്വലവാത്തിൽ ഖംസ്, അയ്യകൂന മുഹാഫിളൻ അലാ സ്വലവാത്തിൽ ഖംസ്, 5 വഖ്ത് നിസ്കാരം കൃത്യമായി ശ്രദ്ധയോടെ നിർവഹിക്കുന്നവരായിരിക്കും അവർ. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകൂല. അള്ളാഹു നല്ല ഗുണം നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നമുക്കൊക്കെ ചെറിയൊരു തലവേദന പനി വരുമ്പോഴേക്ക് ചിലപ്പോൾ നിസ്കാരം മിസ്സാകുകയാണ്, അല്ലെങ്കിൽ വൈകുകയാണ്, ഖളാആകാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാര് ഫുഖഹാവ് പറഞ്ഞില്ലേ, എപ്പോഴാണ് നിസ്കാരം മാറ്റിവെക്കാൻ പറ്റുക? എപ്പോഴാ പറ്റുക? അവന് ബുദ്ധിയില്ലാത്ത കാലത്തോളം. അപ്പൊ ബുദ്ധി ഉണ്ടോ ഓ നിസ്കരിക്കണം. മാതാമ അഖ്ലുഹു സാബിത, ഓനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഓൻ നിസ്കരിക്കണം എന്നാണ്. അപ്പൊ ഒന്നിനും കഴിയാതെ ഇങ്ങനെ കിടക്കണം, സ്ട്രെച്ചറിൽ കിടക്കുന്ന ഒരാള് ഓൻ എന്ത് ചെയ്യണം? നിസ്കരിക്കണം അല്ലേ? നമ്മൾ നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കുന്നു, ഇരിക്കാൻ കഴിയാത്തവൻ കിടക്കുന്നു, അത് ചെരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നിട്ട് നിസ്കരിക്കാം. ഇനി ഒന്നിനും കഴിയാത്ത ആളാണ് ഇങ്ങനെ കിടക്കണം. പഴയ കാലത്തൊക്കെ വയസ്സായ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴൊന്നും അങ്ങനെ വയസ്സായ ആൾക്കാരെ ഖിദ്മത്ത് ചെയ്യാനൊന്നും വല്ലാതെ കിട്ടില്ല, പെട്ടെന്നുള്ള മരണമാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ആ വയസ്സായ ഉമ്മ ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ, എന്റെയൊക്കെ വല്യമ്മ കിടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മമാര് വന്നിട്ട് സമയമാകുമ്പോ ഉമ്മ നിസ്കരിക്കണ്ടേ, സമയക്കണ്, ബാങ്ക് കൊടുത്തുക്കണ്, നിസ്കരിക്കണ്ടേ എന്ന് ഉമ്മാനോട് ചോദിക്കുമ്പോ ഒന്നിനും കഴിയാത്ത ബെഡിൽ കിടക്കുന്ന ഉമ്മ കണ്ടുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും, അല്ലെങ്കിൽ തലോണ്ട് കഴിയണമാർക്ക് ഇങ്ങനെ ആംഗ്യം കാണിക്കും. അപ്പൊ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ അവർക്ക് കഴിയുന്ന രീതിയിലൊക്കെ വുളു എടുത്തു കൊടുക്കും, എന്നിട്ട് അവർ നിസ്കരിക്കും അല്ലേ? ഇതാ പറഞ്ഞ ഇതൊരു നല്ല മനുഷ്യന്റെ അടയാളമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. കല്ലേറ് സഹിച്ചിട്ടുണ്ട്, ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല തലയിലേക്ക് ഇട്ടിട്ടുണ്ട്. റസൂലുള്ളാഹ് സഹിക്കാത്ത പീഡനങ്ങളൊന്നുമില്ല. എന്നാൽ എത്ര പീഡനം സഹിച്ചാലും റസൂലുള്ളാഹ് അവർക്കെതിരെ ദ്വാരക്കുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എതിരെ ദ്വാരക്കണോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് ചോദിച്ചപ്പോഴും, അവരെ നശിപ്പിക്കണോ എന്ന് ചോദിച്ചപ്പോഴും അള്ളാന്റെ റസൂല് പറഞ്ഞത് വേണ്ട എന്നായിരുന്നു. എന്നാൽ ഒരിക്കൽ റസൂലുള്ള ഗൗരവത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ്? റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിന് ചെറിയ കോട്ടം വരുത്തിയപ്പോൾ, ശത്രുവ്യൂഹം റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിന് കോട്ടം വരുത്തിയപ്പോൾ റസൂലുള്ള ഗൗരവത്തിൽ ദ്വാരുന്നു, മലഅല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ, അല്ലാഹുവേ എൻ്റെ ശഗലൂന അനി സ്വലാത്തിൽ വുസ്താ, എൻ്റെ നിസ്കാരത്തിന് കോട്ടം വരുത്തിയ ഈ ഒരു വിഭാഗത്തിന്റെ വീടും ഖബറും നാറിനാൽ നീ നിറക്കണേ അല്ലാഹ്. റസൂലുള്ള ഗൗരവത്തിൽ ദ്വാരുന്നു. അതിന്റെ നിസ്കാരത്തിന് ചെറിയൊരു തകരാറ് വരുത്തിയപ്പോഴാണ്. അപ്പൊ അത്തരം സംഭവങ്ങള് നമ്മൾ നല്ലോണം കണ്ടുകൊണ്ടിരിക്കാൻ, നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഏത് തിരക്കിന്റെ അടിയിലും, യാത്രയാവട്ടെ, അതുപോലെ സൽക്കാരങ്ങളാവട്ടെ, മറ്റു പ്രോഗ്രാമുകളാകട്ടെ, എൻ്റെ നിസ്കാരത്തിന് ഒന്നും കോട്ടാകൂല. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം, നിസ്കരിക്കണം, നിസ്കരിക്കണം എന്നത് നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹിന്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. ഇദാ ഹമ്മഹു അംറുൻ ബാദറ ഇല സ്വലാ, റസൂലുള്ളാഹിക്ക് വല്ല ടെൻഷനും വന്നാൽ, നമുക്ക് ടെൻഷൻ വന്ന് നിസ്കാരം ഒഴിവാക്കുക ചെയ്യാം. റസൂലുള്ളാഹിന്റെ ടെൻഷനോ ബുദ്ധിമുട്ടോ വന്നാൽ എളുപ്പം നിസ്കാരത്തേക്ക് വെക്കും. ആ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ നേരെ തിരിച്ചാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. കറക്റ്റായി നിസ്കരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകുമാറാവട്ടെ. നോക്കൂ, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂൻ, ഇവിടെ നമ്മുടെ മക്കൾ ഇമാമിക്കുമ്പോൾ അവർ ഓതുന്നൊരു സൂറത്താണ് സൂറത്ത് മുഅ്മിനൂൻ. ആ സൂറത്തിന്റെ തുടക്കം തന്നെ നോക്കൂ നിങ്ങൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എന്താണ് മുഅ്മിനീങ്ങൾ? വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളം തൊട്ടടുത്ത് പറയാൻ,
അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരുടെ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണവർ, ഭയഭക്തിയുള്ളവരാണവർ. എന്നിട്ട് ഖുർആൻ അതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരല്ല, കൃത്യമായി നിസ്കരിക്കുന്നവരാണവർ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ അത്തരം നിസ്കാരം പതിവാക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരിക്കൽ മദീനത്തെ പള്ളിയുടെ മൂലയിൽ ഒരു പാവപ്പെട്ട മനുഷ്യരിങ്ങനെ കരയുന്ന മനുഷ്യന്റെ ചാരത്തേക്ക് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഒന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? യാ റസൂലല്ലാഹ്, മാത അബീ, എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. വലൈസ ലഹു കഫനും വലാ ഖാസിലുൻ. എൻ്റെ വാപ്പാന് കഫൻ ചെയ്യാൻ കഫൻ തുണിയോ അതുപോലെ കുളിപ്പിക്കാൻ ആളുകളോ ഇല്ല നബിയെ, അതിന് പരിഹാരം വേണം. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും മുത്തുനബി പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഭയാനകരമായ രംഗം കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം വികൃതമായിട്ടുണ്ട്, മുഖത്തിന് മാറ്റം വന്നിട്ടുണ്ട്, ഖിൻസീറിന്റെ മുഖത്തിലേക്ക് മുഖം മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഭയാനകരമായ രംഗം കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോനെ, നിന്റെ ഉപ്പ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റെന്താണ്? അവരുടെ ഇത്തരം വലിയൊരു മുസീബത്ത് ഈ മരണസമയത്ത് അവർ നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ ആ മോൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, താരിഖു സ്വലാത്താണ്. എൻ്റെ വാപ്പ നിസ്കാരം ഒഴിവാക്കുന്നവരായിരുന്നു, നിസ്കാരത്തിൽ അത്ര ഗൗരവം കാണിക്കുന്നവരല്ലായിരുന്നു എന്ന് റസൂലുള്ളാഹിനോട് മറുപടി പറഞ്ഞപ്പോ കൂടിയിരിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഉൻളുറൂ ഹാല മൻ തറക സ്വലാ, ഉൻളുറൂ ഹാല മൻ തറക സ്വലാ. നിസ്കാരം ഒഴിവാക്കുന്നവർക്കുള്ള ശിക്ഷ ഇതാണ്. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കരുത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു നമുക്ക് ഏത് തിരക്കിന്റെ അടിയിലും നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുത്ത് നിസ്കാരം പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. 5 കാര്യങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. മൻ ഹാഫള അലാ സ്വലവാത്തിൽ ഖംസ്, 5 വക്ത നിസ്കാരങ്ങൾ പതിവാക്കിയാൽ അവന് അള്ളാഹു 5 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു ബഹുമാനിക്കും. നിസ്കരിക്കുന്ന മനുഷ്യനെ 5 കാര്യങ്ങളെ കൊണ്ട് ബഹുമാനിക്കും. 1, അവന്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിക്കളയും. നിസ്കരിക്കുന്നവൻ, നിസ്കാരം പതിവാക്കുന്നവന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അള്ളാഹു ഉയർത്തിക്കളയും. 2, ഖബറിലുള്ള അദാബിനെ അള്ളാഹു ഉയർത്തിക്കളയും. അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഈ നിസ്കരിക്കുന്ന നിസ്കാരക്ക് അത്തരത്തിലുള്ള നിസ്കാരമാക്കി നീ തീർക്കണേ അല്ലാഹ്. അതുപോലെ 3, യുഇനില്ലാഹു കിതാബഹു ബിയമീനി, അവന്റെ നാളെ അവന്റെ ഏട് കിട്ടുന്നത് വലത്തെ കയ്യിലായിരിക്കും. 4 പറഞ്ഞു, വയമുറു അല സിറാത്തി കൽ ബർഖ്, സിറാത്ത് വിട്ടുകിടക്കുമ്പോൾ മിന്നൽ വേഗതയിൽ വിട്ടുകിടക്കാൻ നിസ്കാരം പതിവാക്കുന്നവനക്ക് കഴിയും. 5, വയുദ്ഖിലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ നിസ്കരിക്കുന്ന നിസ്കാരത്തിലൊക്കെ പരിപൂർണ്ണ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, പരിപൂർണ്ണ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ തറാവീഹ് 20 നിസ്കരിക്കുന്നു, അതിന്റെ അവസ്ഥ പടച്ച റബ്ബേ നിനക്ക് അറിയൂ. കുറ്റമറ്റ രീതിയിൽ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. വൃത്തിയിലുള്ള നിസ്കാരമാക്കി തീർക്കണേ അല്ലാഹ്. എന്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്ന അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായി ഞങ്ങളെ നല്ല മനുഷ്യരിനെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒട്ടനവധി മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊക്കെ നീ വലിയ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഈ റമളാൻ ശരീഫിൽ ഓരോ വീട്ടിലും ഞങ്ങൾ കവർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ മഹത്തായ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഈ ദീനീ ദഅവത്തിന്റെ കാര്യത്തിൽ ഈ മഹത്തായ സ്ഥാപനത്തെ സഹായിക്കുന്ന എത്രയോ ആളുകൾ വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞതുണ്ട്. അള്ളാഹുവേ, നീ എല്ലാം ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇന്നത്തെ നോമ്പ് തുറ ഒരു കുടുംബത്തിന്റെ വകയാണ്. അവരുടെ ഉപ്പാന്റെ 13ാമത്തെ ആണ്ടിന്റെ ദിവസമാണെന്ന് പടച്ച റബ്ബേ, ഈ മക്കൾ തുറന്ന നോറ്റ നോമ്പിന്റെ പ്രതിഫലം ആ ഉപ്പയുടെ ഖബറിലേക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിൽ ഐക്യവും യോജിപ്പും നീ നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്.
ഈ മഹത്തായ സ്ഥാപനത്തെ സഹായിക്കുന്ന എത്രയോ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. പടച്ചറബ്ബേ, വിദേശത്തുള്ള കൂട്ടുകാർക്ക് ഹിമ്മത്ത് കൊടുക്കണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين ببركة صلى الله على محمد.